വെൽക്കം ബാക്ക് ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിറ്റി ആൻഡ് നിക് നെയിംസിനെ കുറിച്ചിട്ടാണ്. സോ നമുക്കാണെങ്കിലും ചില നിക് നെയിം ഉണ്ടായിരിക്കും അല്ലേ, ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് റിവീൽ ചെയ്യും, ചിലപ്പോഴൊക്കെ നമുക്ക് പറയാനൊരു മടിയായിരിക്കും അല്ലേ. സോ അതുപോലെ തന്നെ ഇന്ത്യയിലെ സിറ്റീസ് നോക്കുകയാണെങ്കിൽ ഓരോ സിറ്റീസിനും എന്താണ് ഓരോ നിക് നെയിം ഉണ്ട്. ബേസിക്കലി പല കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു നിക് നെയിം വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് നിക് നെയിം എന്നും ഏതാണ് സിറ്റി എന്നൊക്കെ നോക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. സോ ഞാൻ പോലും റെഫർ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെയൊക്കെ ആയിരുന്നല്ലേ, അത് എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദി മാഞ്ചസ്റ്റർ ഓഫ് ദി സൗത്ത് ഇന്ത്യ. അതായത് സൗത്ത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് പറയാം, ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, സൗത്ത് ഇന്ത്യ ആണ്. സോ ഇന്ത്യൻ്റെ മാപ്പിൻ്റെ താഴോട്ട് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ. സോ ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, കന്യാകുമാരി ഉണ്ട്, ബി എന്ന് പറയുന്നത് കാൺപൂറാണ്, സി എന്ന് പറയുന്നത് കേദർനാഥ് ആണ്, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. സോ ഇതിന് കറക്റ്റ് ആൻസർ ഏതായിരിക്കും, മാർക്ക് ചെയ്യാൻ പോയി, ഏതാ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കോയമ്പത്തൂരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കോയമ്പത്തൂരിനെ നമ്മൾ മാഞ്ചസ്റ്റർ ഓഫ് ദി സൗത്ത് ഇന്ത്യ എന്ന് വിളിക്കുന്നത്? സോ എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ കോയമ്പത്തൂരിൽ എന്താണ് ഒരുപാട് ഇൻഡസ്ട്രീസ് നമുക്ക് കാണാൻ പറ്റില്ല, പല മൂവീസിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സോ കോയമ്പത്തൂർ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പ്രൊമിനൻ്റ് റോള് നിർവഹിക്കുന്ന ഒരു സിറ്റിയും കൂടെയാണ്. സോ നമ്മൾ മാഞ്ചസ്റ്റർ എടുക്കുന്ന സമയത്തും UK മാഞ്ചസ്റ്റർ എടുക്കുന്ന സമയത്തും അത് ആക്ച്വലി എന്താണ് ടെക്സ്റ്റൈൽസിൽ അത്രയും അധികം അതിൻ്റെ ഒരു റോള് നിർവഹിച്ചിട്ടുള്ള ഒരു ഏരിയയും കൂടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്തുകൊണ്ടാണ് കോയമ്പത്തൂരിനെ മാഞ്ചസ്റ്റർ എന്ന് വിളിക്കുന്നത്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് മേക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ സൗത്തിലെ മാഞ്ചസ്റ്റർ ആയിട്ട് നമ്മൾ കോയമ്പത്തൂരിനെ കണക്കാക്കുന്നത്. ഓക്കെ. സോ എന്താണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, ദിസ് നിക് നെയിം ഈസ് ഗിവൺ ടു ദി കോയമ്പത്തൂർ ഡ്യൂ ടു ഇറ്റ്സ് prominence as a major textiles and engineering hub, the reminiscence of the Manchester in the United Kingdom, which was historically എന്താണ് known for its textiles industry. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ കോയമ്പത്തൂരിനെ എന്ത് കണക്കാക്കുന്നത്, മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് കണക്കാക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദി പ്രൈഡ് ഓഫ് ദി രാജസ്ഥാൻ. അതായത് രാജസ്ഥാൻ്റെ പ്രൈഡ് എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, ചിറ്റോർഗഡ് ആണ്, ബി എന്ന് പറയുന്നത് അമൃത്സർ ആണ്, സി എന്ന് പറയുന്നത് ചന്ദ്രപൂർ ആണ്, ഡി എന്ന് പറയുന്നത് എന്താണ് ഗോരഖ്പൂർ ആണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്, പ്രൈഡ് ആണ് കേട്ടോ. പ്രൈഡ് ഓഫ് രാജസ്ഥാൻ എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചിറ്റോർഗഡ് ആണ്. ബേസിക്കലി എന്താണ് ഇതിൻ്റെ ഒരു റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ രാജസ്ഥാൻ്റെ ഹിസ്റ്ററി ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കൾച്ചറലായിട്ടുള്ള ഒരു എലമെൻറ്റ് കണക്ട് ചെയ്യുന്നൊരു സിറ്റിയാണ് എന്ത് പറയുന്നത്, ചിറ്റോർഗഡ് എന്ന് പറയുന്നത്. രാജസ്ഥാൻ്റെ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ട്രഡീഷനിൽ അവരുടെ കൾച്ചറലായിട്ടുള്ള പല കണക്ഷൻസും പല തരത്തിലുള്ള എന്താണ് നമ്മൾ പല സ്ഥലത്ത് നമ്മൾ അത്രയും എന്താണ് പൂജിച്ചു കൊണ്ട് നടക്കും അല്ലേ, ആ ഒരു കൾച്ചറലായിട്ടുള്ളതും ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഓർമ്മ ഒരു സ്മരണ എന്ന രീതിയിലൊക്കെ അല്ലേ. അപ്പോൾ അതിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത് പറയുന്നത്, ചിറ്റോർഗഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ആ സിറ്റിനെ നമ്മൾ പ്രൈഡ് ഓഫ് രാജസ്ഥാൻ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് നോക്കാം റീസൺ എന്താണ്. ദ ചിറ്റോർഗഡ് ഈസ് ദി ഹിസ്റ്റോറിക് സിറ്റി ഇൻ രാജസ്ഥാൻ, ഇന്ത്യ, നോൺ ഫോർ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. എന്തൊക്കെ ഉണ്ട്, ഹെറിറ്റേജ് ഉണ്ട് അല്ലേ, റിച്ച് ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്, മെജസ്റ്റിക് ഫോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ടെയിൽസ് ഓഫ് വേലർ ആൻഡ് ദി സാക്രിഫൈസ് അല്ലേ. നമ്മൾ അത് നോക്കി കാണുന്ന സമയത്ത് നമുക്കിപ്പോഴും ഭയങ്കരധികം സാക്രിഫൈസും വളരെയധികം എന്താണ് ഒരു വർഷിപ്പൊക്കെ നമുക്ക് തോന്നും. കാരണം ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഹെറിറ്റേജൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫോർട്ടുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, അതിനെ എന്ത് വിളിക്കുന്നത്, പ്രൈഡ് ഓഫ് രാജസ്ഥാൻ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഹോൾഡ്സ് ദ സ്പെഷ്യൽ പ്ലേസ് ഇൻ ദി ഹിസ്റ്ററി ആൻഡ് ദി പ്രൈഡ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ഓക്കെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനെ പ്രൈഡ് ഓഫ് രാജസ്ഥാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ പറയുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദി ഗാർഡൻ ഓഫ് ഇന്ത്യ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഗാർഡൻ എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, ബിജർപൂർ ആണ്, ബി എന്ന് പറയുന്നത് ബെൽജിയം ആണ്, ഓക്കെ, സി എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആണ്, ഡി എന്ന് പറയുന്നത് എന്താണ് ബിക്കനേർ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, നമുക്കറിയാം ഒബ്വിയസ്ലി എന്താണ് ബാംഗ്ലൂർ എന്നാണ് അല്ലേ. സോ ബാംഗ്ലൂർ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. സോ നിങ്ങൾ ബാംഗ്ലൂർ ഡേയ്സ് മൂവി കണ്ടിട്ടുണ്ടാവില്ലേ, അതിൽ നിവിൻ പോളി പൂക്കളെ ഒക്കെ മേടിക്കാൻ പോകുന്ന സ്ഥലം കണ്ടിട്ടില്ലേ. അപ്പം അത്രയും അധികം എന്താണ് ഗാർഡനിങ് ആയിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണെന്ന് പറയുന്നത് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ഒരുപാട് ഗാർഡൻ പാർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാംഗ്ലൂർ കാണാൻ പറ്റും. സോ അതിനെ നമുക്ക് നോക്കാം. സോ ദിസ് nickname is attributed to the Bangalore due to its numerous park and the gardens as well as its pleasant climate which make
ഇറ്റ് വൺ ഓഫ് ദി ഗ്രീനസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ലിവബിൾ സിറ്റീസ് ഇൻ ഇന്ത്യ. അതിൻ്റെ ക്ലൈമറ്റിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജും എന്താണ്, അതിനൊരു ഗാർഡനിങ് ആക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഇത് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദി സിറ്റി ഓഫ് 7 ഐലൻഡ്? അതായത് 7 ഐലൻഡിൻ്റെ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഇ എന്ന് പറയുന്നത് എന്താണ്, മുംബൈ ആണ്. ബി എന്ന് പറയുന്നത് കൊച്ചിനാണ്. സി എന്ന് പറയുന്നത് ചമ്പയാണ്. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് എന്താണ്, ഭരത്പൂരാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? യെസ്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മുംബൈ ആണ്. ഏകദേശം 7 ഐലൻഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുംബൈൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ എലമെൻറ്റിൽ കാണാൻ പറ്റും. മഹിമുണ്ട്, വോർലുണ്ട്, പാരലുണ്ട്, അതുപോലെ തന്നെ മസഗൺ ഉണ്ട്, അതുപോലെ തന്നെ ബോംബെ ഉണ്ട്, ലിറ്റിൽ കൊളാബി ഉണ്ട്. അപ്പോൾ ഇത്രയും എന്താണ് 7 ഐലൻഡുകൾ സിറ്റി എന്നറിയപ്പെടുന്നത് എന്താണ്, നമ്മുടെ മുംബൈ ആണ്. ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു എന്താണ് ഒരു കൊളാബറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ളതാണ്. 3 പിന്നെന്താണ് 4 5 6 7 എന്ത് ചെയ്യും നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം അല്ലേ. യെസ്, ദിസ് നിക് നെയിം റെഫേഴ്സ് ടു ദി ഹിസ്റ്റോറിക്കൽ ഒറിജിൻസ് ഓഫ് ദി മുംബൈ വിച്ച് ഒറിജിനലി കൺസിസ്റ്റഡ് ഓഫ് ദി 7 സെപ്പറേറ്റ് ഐലൻഡ്സ് ദാറ്റ് വർ ലേറ്റർ കണക്റ്റഡ് ത്രൂ ലാൻഡ് റീക്ലൈമേഷൻ പ്രൊജക്ട്സ് ടു ദി ഫോം ഓഫ് ദി പ്രസൻറ്റ് ഡേ മെട്രോപോളിസ്. ആക്ച്വലി എന്താണ്, ഈ ഒരു 7 ഐലൻഡിൻ്റെ ഒരു കൂടിച്ചേരൽ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുംബൈനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് മുംബൈനെ എന്തറിയപ്പെടുന്നത് സിറ്റി ഓഫ് ദി 7 ഐലൻഡ്സ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ? സോ നമുക്ക് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്, വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദി സിറ്റി ഓഫ് ചില്ലി? സിറ്റി ഓഫ് ചില്ലി എന്ന് പറയുന്നത് എന്താണ്, മുളകാണ് ഉദ്ദേശിക്കുന്നത്. സോ മുളകിൻ്റെ സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ. സോ എ എന്ന് പറയുന്നത് എന്താണ്, ഗുണ്ടൂരാണ്. ബി എന്ന് പറയുന്നത് ഭോപ്പാലാണ്. സി എന്ന് പറയുന്നത് എന്താണ്, പതൻകോട്ടാണ്. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് ജയ്പൂരാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗുണ്ടൂരാണ്. സോ ബേസിക്കലി ആന്ധ്രാപ്രദേശ് റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. കാരണം എന്താണ്, അവിടെ ഏറ്റവും കൂടുതൽ ചില്ലി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് പറയാം. അതുകൊണ്ടാണ് അതിന് സിറ്റി ഓഫ് ചില്ലി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദ സിറ്റി നോൺ ആസ് ദി City of Chilli is A. The Guntur. The Guntur, located in the state of Andhra Pradesh in India, is famous for its high quality chilies. High quality chilies ആണ് കേട്ടോ, ഫേമസ് ആണ്. ഹൈ ക്വാളിറ്റി ചില്ലീസ് വിച്ച് ആർ വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ ദി റീജിയൻ. ആ ഒരു റീജിയനിലെ ഏറ്റവും നമ്മുടെ ഇന്ത്യൻ എടുക്കുന്ന സമയത്ത് ഏറ്റവും ഹൈ ക്വാളിറ്റി ചില്ലി ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരാണ്. അവിടെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, അത് വൈഡ്ലി അത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നതും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ മസ്റ്റായിട്ട് റെഫർ ചെയ്യുക, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.